Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് ദ ഫാർമർ ആൻഡ് ദ നോം. ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായും പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. വൺ ഡേ എ ഫാർമർ വെൻറ്റ് ടു ഹിസ് ഫീൽഡ് ആൻഡ് സോ എ നോം സിറ്റിംഗ് ദർ. വൺ ഡേ ഒരു ദിവസം എ ഫാർമർ ഒരു കർഷകൻ പോയി ടു ഹിസ് ഫീൽഡ് അദ്ദേഹത്തിൻ്റെ വയലിലേക്ക്. ആൻഡ് സോ അദ്ദേഹം പോയി കണ്ടു എ നോം. നോം എന്നാൽ ഇവിടെ നിധി കാക്കുന്ന ഭൂതം എന്നുള്ള അർത്ഥമാണ്. ഒരു നിധി കാക്കുന്ന ഭൂതം സിറ്റിംഗ് ദീർ അവിടെ ഇരിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിൻ്റെ വയലിൽ ഇരിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. പീപ്പിൾസ് എ നോംസ് ഗാഡ് ബിഗ് ട്രഷേഴ്സ്. പീപ്പിൾസ് എ ആളുകൾ പറയുന്നുണ്ട്, നോംസ് രാക്ഷസന്മാർ, ഗാഡ് എന്നാൽ സംരക്ഷിക്കുക കാക്കുക ഇതൊക്കെയാണ് അർത്ഥം. ബിഗ് ട്രഷേഴ്സ് എന്നാൽ വലിയ നിധികൾ. ആളുകൾ പറയുന്നു രാക്ഷസന്മാർ വലിയ നിധികൾക്ക് കാവൽ നിൽക്കുന്നുണ്ട് എന്ന് ആളുകൾ പറയുന്നുണ്ട്. സോ ദ ഫാർമർ തോട്ട് ദർ മസ്റ്റ് ബി ട്രഷർ ബറീഡ് ഇൻ ഹിസ് ഫീൽഡ്. സോ ആയതിനാൽ അതുകൊണ്ട് ദ ഫാർമർ തോട്ട് കർഷകൻ കരുതി ദർ മസ്റ്റ് ബി അവിടെ തീർച്ചയായും ഉണ്ടായിരിക്കും ട്രഷർ നിധി തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ബറീഡ് ഇൻ ഹിസ് ഫീൽഡ്. ബേറി എന്നാൽ ഇവിടെ കുഴിച്ചു മൂടുക എന്നുള്ള അർത്ഥമാണ്. ഇൻ ഹിസ് ഫീൽഡ് അദ്ദേഹത്തിൻ്റെ വയലിൽ. ആയതിനാൽ അവിടെ രാക്ഷസൻ ഇരിക്കുന്നത് കാരണം അദ്ദേഹം കരുതി തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വയലിൽ നിധി കുഴിച്ചു മൂടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. വെൻ ദ ഫാർമർ ആസ്ക്ഡ് ദ നോം എബൌട്ട് ദ ട്രഷർ ഹീ സെഡ്. വെൻ ദ ഫാർമർ ആസ്ക്ഡ് ആ കർഷകൻ ചോദിച്ചപ്പോൾ ദ നോം എബൌട്ട് ദ ട്രഷർ ആ രാക്ഷസനോട് ആ നിധിയെ പറ്റിയിട്ട് ആ കർഷകൻ ചോദിച്ചപ്പോൾ. വെൻ എന്നാൽ ആ സമയത്ത് എന്നുള്ള അർത്ഥമാണ്. ആ ചോദിച്ച സമയത്ത്. ഹീ സെഡ് അവൻ പറഞ്ഞു, രാക്ഷസൻ പറഞ്ഞു, യെസ് ദർ ഈസ് എ റിച്ച് ട്രഷർ ഹിയർ. യെസ് അതെ, ദർ ഈസ് ഉണ്ട്, ദർ ഈസ് എ റിച്ച് ട്രഷർ ഹിയർ. റിച്ച് എന്നാൽ ഇവിടെ വിലയേറിയ എന്നുള്ള അർത്ഥമാണ്. വിലയേറിയ വളരെയധികം വിലയേറിയ നിധി ഇവിടെ ഉണ്ട്. ദെൻ ഇറ്റ്സ് ഓൾ മൈൻ അതെല്ലാം എൻ്റേതാണ്. മൈൻ എന്നാൽ എൻ്റേത്. ദെൻ ഇറ്റ്സ് ഓൾ മൈൻ അവകൾ എല്ലാം എൻ്റേതാണ്. ആസ് ഇറ്റ് ഈസ് മൈ ഇൻ മൈ ഫീൽഡ്. ആസ് എന്നാൽ ഇവിടെ ആയതിനാൽ എന്നുള്ള അർത്ഥമാണ്. ഇറ്റ് ഈസ് ഇൻ മൈ ഫീൽഡ് അത് എൻ്റെ വയലിൽ ആയതിനാൽ അത് അവകളെല്ലാം എൻ്റേതാണ്. സെഡ് ദ ഫാർമർ കർഷകൻ പറഞ്ഞു. യു ക്യാൻ ഹാവ് ഇറ്റ് ഓൺലി ഇഫ് യു ഗിവ് മീ ഹാഫ് ഓഫ് വാട്ട് ദിസ് ഫീൽഡ് പ്രൊഡ്യൂസസ് ഓവർ ദ നെക്സ്റ്റ് 2 years. സെഡ് ദ നോം. യു ക്യാൻ ഹാവ് ഇറ്റ്. യു ക്യാൻ ഹാവ് ഇറ്റ് എന്നാൽ നിനക്ക് സ്വന്തമാക്കാം എന്നുള്ള അർത്ഥമാണ്. ഓൺലി എന്നാൽ അങ്ങനെയാണെങ്കിൽ മാത്രം. എങ്ങനെ? ഇഫ് യു ഗിവ് മീ നീ എനിക്ക് നൽകിയാൽ ഹാഫ് ഓഫ് വാട്ട് ദിസ് ഫീൽഡ് പ്രൊഡ്യൂസസ് എന്താണോ ഈ വയലിൽ ഉണ്ടാക്കുന്നത് ഉൽപ്പാദിപ്പിക്കുന്നത് അതിൻ്റെ പകുതി നീ എനിക്ക് നൽകിയാൽ നിനക്ക് സ്വന്തമാക്കാം. ഓവർ ദ നെക്സ്റ്റ് 2 years 2 വർഷത്തോളം അടുത്ത 2 വർഷത്തോളം എന്താണോ അതിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് ആ വയലിൽ അതിൻ്റെ പകുതി നീ എനിക്ക് നൽകുകയാണെങ്കിൽ നിനക്ക് ഈ നിധി സ്വന്തമാക്കാം. സെഡ് ദ നോം നിധി കാക്കുന്ന ഭൂതം പറഞ്ഞു. ദ ഫാർമർ തോട്ട് ടു ഹിംസെൽഫ് ഐ നീഡ് ടു ഫൈൻഡ് എ വേ ടു കീപ് ഓൾ മൈ ഹാർഡ് ഏൺഡ് ക്രോപ്സ് ആൻഡ് ദ ട്രഷർ ഫോർ മൈ സെൽഫ്. ദ ഫാർമർ തോട്ട് ടു ഹിംസെൽഫ് ആ കർഷകൻ സ്വയം ചിന്തിച്ചു. ഐ നീഡ് ടു ഫൈൻഡ് എ വേ എനിക്കൊരു വഴി കണ്ടെത്തേണ്ടതുണ്ട്. ഐ നീഡ് ടു ഫൈൻഡ് എന്നാൽ എനിക്ക് കണ്ടെത്തേണ്ടതുണ്ട്. എ വേ ഒരു മാർഗം. ടു കീപ്പ് സൂക്ഷിക്കാൻ വേണ്ടി കരസ്ഥമാക്കാൻ വേണ്ടി. ഓൾ മൈ ഹാർഡ് ഏൺഡ് ക്രോപ്സ്. ഹാർഡ് ഏൺഡ് എന്നാൽ കഠിനമായിട്ട് ഉണ്ടാക്കിയ എന്നുള്ള അർത്ഥം. കഠിനമായിട്ട് ഉണ്ടാക്കുന്ന എൻ്റെ വിളകൾ. ക്രോപ്സ് എന്നാൽ വിളകൾ. അത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അത് എൻ്റേതായിട്ട് സൂക്ഷിക്കാൻ ഒരു വഴി കണ്ടെത്തേണ്ടതുണ്ട്. ആൻഡ് ദ ട്രഷർ ഫോർ മൈ സെൽഫ് ആ നിധിയും എനിക്ക് വേണ്ടിയിട്ട് എൻ്റേതാക്കി മാറ്റാനും അതിനൊരു വഴി കണ്ടെത്തേണ്ടതുണ്ട്. ദർ മസ്റ്റ് ബി എ ക്ലവർ വേ ടു ഡു ദിസ്. ദർ മസ്റ്റ് ബി ഉണ്ടായിരിക്കാം എ ക്ലവർ വേ ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു സമർത്ഥമായിട്ടുള്ള ഒരു മാർഗം ടു ഡു ദിസ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ നിധി സ്വന്തമാക്കാൻ വേണ്ടിയിട്ടും വളരെ കഷ്ടമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ സ്വന്തമാക്കാനും എൻ്റേതാക്കി എടുക്കാനും ഒരു
തീർച്ചയായിട്ടും ഒരു മാർഗമുണ്ടായേക്കും. Then he agreed to share the produce in his own way. Then he agreed. പിന്നീട് അദ്ദേഹം സമ്മതിച്ചു ടു ഷെയർ പങ്കുവെക്കാമെന്ന്. ദ പ്രൊഡ്യൂസ് വിളകൾ, അദ്ദേഹം ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ പങ്കുവെക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചു ഇൻ ഹിസ് ഓൺ വേ. അദ്ദേഹത്തിൻ്റെ മാർഗത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ പദ്ധതി എന്താണോ ആ മാർഗത്തിലൂടെ അത് പങ്കുവെക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചു. He said, "You will get the upper part of each plant, leaving its lower part for me." He said, അദ്ദേഹം പറഞ്ഞു, "You will get, നിനക്ക് ലഭിക്കും, the upper part of each plant." ഓരോ വൃക്ഷത്തിൻ്റെയും മുകളിലുള്ള, അപ്പർ എന്നാൽ മുകളിലുള്ള, അപ്പർ പാർട്ട് എന്ന മുകളിലുള്ള ഭാഗം, ഓരോ ചെടിയുടെയും മുകളിലുള്ള ഭാഗം നിനക്ക് ലഭിക്കും. ലീവിങ് ഇറ്റ്സ് ലോവർ പാർട്ട് ഫോർ മീ. ലീവിങ് വിട്ടുതരുന്നു, ഇറ്റ്സ് ലോവർ പാർട്ട് എന്നാൽ താഴെ ഉള്ള ഭാഗം, ഫോർ മീ എനിക്ക്, എന്താണ് ആ ചെടിയുടെ വൃക്ഷത്തിൻ്റെ താഴെയുള്ള ഭാഗം എനിക്ക് നീ വിട്ടുതരുക, എന്താണ് മുകളിലുള്ള ഭാഗം നിനക്ക് എടുക്കാം. ഹി സെഡ്, ആ കർഷകൻ പറഞ്ഞു. ദ നോം സെഡ് ടു ഹിംസെൽഫ്. ആ നിധി കാക്കുന്ന ഭൂതത്തോട് തന്നെ പറഞ്ഞു, ആ ഭൂതം അവനോട് തന്നെ പറഞ്ഞു, ഐ വിൽ ഗെറ്റ് ദ അപ്പർ പാർട്ട് ഓഫ് ഈച്ച് പ്ലാന്റ്. ഐ വിൽ ഗെറ്റ് എനിക്ക് ലഭിക്കും, ദ അപ്പർ പാർട്ട് ഓഫ് ഈച്ച് പ്ലാന്റ് ഓരോ വൃക്ഷത്തിൻ്റെയും മുകളിലുള്ള ഭാഗം എനിക്ക് ലഭിക്കും. ഭൂതത്തോട് തന്നെ പറഞ്ഞു. വിച്ച് ഈസ് ഗ്രേറ്റ് ഫോർ മീ ബിക്കോസ് ദ ഫ്രൂട്ട്സ് ഓൾവേസ് ഗ്രോ ഓൺ ദ ടോപ്പ്. വിച്ച് ഈസ് ഗ്രേറ്റ്, അത് വളരെ മഹത്തരമായതാണ്, നല്ലതാണ്. ഫോർ മീ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നല്ലതാണ്. ബിക്കോസ് കാരണം, ദ ഫ്രൂട്ട്സ് പഴങ്ങൾ, ഓൾവേസ് എപ്പോഴും, ഗ്രോ ഓൺ ദ ടോപ്പ് എന്നാൽ മുകളിൽ, ഗ്രോ എന്നാൽ വളരുക, എപ്പോഴും പഴങ്ങൾ കായ്ക്കുന്നത് മുകളിലാണ്, അതുകൊണ്ട് ഇത് എനിക്ക് വളരെ നല്ലതാണ്. ഭൂതത്തോട് തന്നെ പറഞ്ഞു. ദിസ് ഡീൽ ഈസ് പെർഫെക്റ്റ്. ഡീൽ എന്നാൽ ഇടപാട്. ദിസ് ഡീൽ ഈ ഇടപാട്, ഈസ് പെർഫെക്റ്റ് വളരെ നല്ലതാണ്, ഈ ഇടപാട് വളരെ മികച്ചതാണ്. ഹി വാസ് പ്ലീസ്ഡ് വിത്ത് ദ ഐഡിയ. പ്ലീസ് എന്നാൽ സന്തോഷിക്കുക എന്നുള്ള അർത്ഥമാണ്. ഹി വാസ് പ്ലീസ്ഡ് അവൻ സന്തോഷത്തിലായി, വിത്ത് ദ ഐഡിയ ഈ ആശയം, വിത്ത് ദി ഐഡിയ ഈ ആശയവുമായിട്ട്, ഈ പറഞ്ഞ ആശയവുമായിട്ട് ആ ഭൂതം സന്തോഷത്തിലായി. ആൻഡ് അഗ്രീഡ് ടു ദ ഫാർമേഴ്സ് ടേംസ് വിത്തൗട്ട് ഹെസിറ്റേഷൻ. ആൻഡ് അഗ്രീഡ് അങ്ങനെ ചിന്തിച്ചുകൊണ്ട്, സ്വയം അങ്ങനെ ചിന്തിച്ചുകൊണ്ട്, അഗ്രീഡ് സമ്മതിച്ചു, ടു ദ ഫാർമേഴ്സ് ടേംസ് എന്നാൽ ഇവിടെ വ്യവസ്ഥകൾ, നിബന്ധനകൾ, ഇതൊക്കെയാണ് അർത്ഥം. ദ ഫാർമേഴ്സ് ടേംസ് ആ കർഷകൻ്റെ വ്യവസ്ഥകളോട് ആ രാക്ഷസൻ, എന്താണ് ഭൂതം, യോജിച്ചു. വിത്തൗട്ട് ഹെസിറ്റേഷൻ. ഹെസിറ്റേഷൻ എന്നാൽ ശങ്ക എന്നുള്ള അർത്ഥമാണ്. വിത്തൗട്ട് ഹെസിറ്റേഷൻ ഒരു ശങ്കയുമില്ലാതെ ആ കർഷകൻ്റെ ഉപാധികളോട്, വ്യവസ്ഥകളോട് ആ നിധി കാക്കുന്ന ഭൂതം യോജിച്ചു, സമ്മതിച്ചു. ദ നോം സെഡ്, ഓൾ റൈറ്റ് ഐ അഗ്രി വിത്ത് യു. ദ നോം സെഡ് നിധി കാക്കുന്ന ഭൂതം പറഞ്ഞു, ഓൾ റൈറ്റ് ശരി, ഐ അഗ്രി വിത്ത് യു ഞാൻ നിന്നോട് യോജിക്കുന്നു. ഫോർ ദ നെക്സ്റ്റ് 2 years ഐ വിൽ ടേക്ക് ദ അപ്പർ പാർട്ട് ഓഫ് ഈച്ച് ക്രോപ്പ്. ഫോർ ദ നെക്സ്റ്റ് 2 years അടുത്ത 2 വർഷത്തോളം, ഐ വിൽ ടേക്ക് ഞാൻ എടുക്കും, ദ അപ്പർ പാർട്ട് ഓഫ് ഈച്ച് ക്രോപ്പ് ഓരോ വിളയുടെയും മുകളിലുള്ള ഭാഗം ഞാൻ എടുക്കും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദ ട്രഷർ വിൽ ബി യുവേഴ്സ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം ദ ട്രഷർ നിധി വിൽ ബി യുവേഴ്സ് നിങ്ങളുടേതായിരിക്കും. യുവേഴ്സ് എന്നാൽ നിങ്ങളുടേത്. ദ ട്രഷർ വിൽ ബി യുവേഴ്സ് നിധി നിങ്ങളുടേത് ആയിരിക്കും. ദ ഫാർമർ നോഡഡ് ആൻഡ് റിപ്ലൈഡ്, ഇറ്റ് ഈസ് എ ഡീൽ ദെൻ. കർഷകൻ തലയാട്ടിക്കൊണ്ട് മറുപടി പറഞ്ഞു. നോഡ് എന്നാൽ തലയാട്ടുക. ദ ഫാർമർ നോഡഡ് ആൻഡ് റിപ്ലൈഡ് കർഷകൻ തലയാട്ടിക്കൊണ്ട് മറുപടി പറഞ്ഞു, ഇറ്റ്സ് എ ഡീൽ ദെൻ. ദ നോം ഫീലിംഗ് കോൺഫിഡൻറ്റ് അബൌട്ട് ഹിസ് ഷെയർ ആ ഭൂതത്തിന് ആത്മവിശ്വാസം തോന്നുന്നു. ആ പങ്ക് ചെയ്യാമെന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പങ്കെന്താണോ അതിൽ അദ്ദേഹത്തിന് ആത്മവിശ്വാസം തോന്നുന്നു. ഹി സ്മൈൽഡ് ആൻഡ് ഷുക്ക് ഹാൻഡ്സ് വിത്ത് ദ ഫാർമർ. ഹി സ്മൈൽഡ് അവൻ പുഞ്ചിരിച്ചു. ആൻഡ് ഷുക്ക് എന്നാൽ കുലുക്കുക, ഹാൻഡ്സ് കൈകൾ, വിത്ത് ദ ഫാർമർ ആ കർഷകൻ്റെ കൈകൾ പിടിച്ച് അവൻ കുലുക്കി ആ ഭൂതം. ദ സീൽഡ് ദെയർ എഗ്രിമെൻറ്റ്
സീൽ എന്നാൽ ദൃഢീകരിക്കുക എന്നുള്ള അർത്ഥമാണ്. ദ സീൽഡ്, അവർ ദൃഢീകരിച്ചു ദർ എഗ്രിമെൻറ്റ്. എഗ്രിമെൻ്റ് എന്നാൽ സമ്മതപത്രം, അതുപോലെ കരാർ, ഇതൊക്കെയാണ് അർത്ഥം. അവരുടെ കരാർ അവർ ഉറപ്പിച്ചു. ബട്ട് ദ ഫാർമർ വാസ് വെരി വൈസ് ആൻഡ് ക്ലവർ. പക്ഷേ ആ കർഷകൻ അറിവുള്ളവനും ബുദ്ധിയുള്ളവനുമായിരുന്നു. ഹി ഹാഡ് അഗ്രീഡ് ടു ഷെയർ ദ ക്രോപ്പ് ആഫ്റ്റർ തിങ്കിങ് ഓഫ് എ പ്ലാൻ. ഹി ഹാഡ് അഗ്രീഡ്, അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ടായിരുന്നത്, ടു ഷെയർ ദ ക്രോപ്പ്, വിള പങ്കുവെക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ടായിരുന്നത്, ആഫ്റ്റർ തിങ്കിങ് ഓഫ് എ പ്ലാൻ, ഒരു പദ്ധതി ആലോചിച്ചിട്ടായിരുന്നു, അങ്ങനെ ചിന്തിച്ചതിന് ശേഷമായിരുന്നു അദ്ദേഹം ആ കരാറിനോട് സമ്മതിച്ചത്. That the plan would surely not allow the gnome to have anything at all. ഇത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നത്. എന്താണത്? ദ പ്ലാൻ, പദ്ധതി, വുഡ് ഷുവർലി നോട്ട് അലോ, ആ പദ്ധതി ഒരിക്കലും, തീർച്ചയായിട്ടും, ഷുവർലി നോട്ട് എന്നാൽ തീർച്ചയായിട്ടും ഇല്ല എന്നുള്ള അർത്ഥമാണ്. ഷുവർലി നോട്ട് അലോ, തീർച്ചയായിട്ടും അനുവദിക്കുമായിരുന്നില്ല, ദ നോം, ആ ഭൂതത്തെ, ടു ഹാവ് എനിത്തിങ് അറ്റ് ഓൾ, ഒന്നും തന്നെ, ഒട്ടും തന്നെ സ്വന്തമാക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള പദ്ധതിയായിരുന്നു അദ്ദേഹം ഉണ്ടാക്കിയിരുന്നത്, ആ കർഷകൻ. ഹി ഡിസൈഡഡ് ടു സോ പൊട്ടാറ്റോസ് ഇൻ ദ ഫീൽഡ് ഫോർ ദ നെക്സ്റ്റ് 2 years. ഹി ഡിസൈഡഡ്, അദ്ദേഹം തീരുമാനിച്ചു, ടു സോ എന്നാൽ ഇവിടെ വിതയ്ക്കുക എന്നുള്ള അർത്ഥമാണ്. ഹി ഡിസൈഡഡ് ടു സോ, അദ്ദേഹം വിതയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്, പൊട്ടാറ്റോസ് എന്നാൽ ഉരുളക്കിഴങ്ങുകൾ, ഇൻ ദ ഫീൽഡ്, വയലിൽ, ഫോർ ദ നെക്സ്റ്റ് 2 years, അടുത്ത 2 വർഷത്തേക്ക് ഉരുളക്കിഴങ്ങുകൾ വിത്ത് പാകാനായിട്ടായിരുന്നു അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. വെൻ ദ ക്രോപ്പ് വാസ് റെഡി, ദ നോം അപ്പിയേർഡ് ഇൻ ദ ഫീൽഡ്. വെൻ ദ ക്രോപ്പ് വാസ് റെഡി, വിളകൾ തയ്യാറായപ്പോൾ, ദ നോം അപ്പിയേർഡ്, ആ ഭൂതം, അപ്പിയേർഡ്, പ്രത്യക്ഷപ്പെട്ടു, ഇൻ ദ ഫീൽഡ്, വയലിൽ. ആ സമയത്ത് എന്താണ്? വിളകൾ റെഡിയായപ്പോൾ ആ ഭൂതം പ്രത്യക്ഷമായി. ഐ ഹാവ് കം ടു ഗെറ്റ് മൈ ഷെയർ, ഹി സെഡ് എക്സൈറ്റഡ്ലി. എക്സൈറ്റഡ്ലി എന്നാൽ സംഭ്രമം എന്നാണ് അർത്ഥം. ഐ ഹാവ് കം, ഞാൻ വന്നിട്ടുണ്ട്, ടു ഗെറ്റ് മൈ ഷെയർ, എൻ്റെ ഷെയർ ലഭിക്കാൻ വേണ്ടി, എൻ്റെ പങ്ക് ലഭിക്കാൻ വേണ്ടിയിട്ട്, കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഹി സെഡ് എക്സൈറ്റഡ്ലി, അവൻ പറഞ്ഞു, ആ ഭൂതം പറഞ്ഞു, സംഭ്രമത്തോടെ പറഞ്ഞു. പ്ലീസ് ഗിവ് മീ മൈ പാർട്ട് ഓഫ് ദ ക്രോപ്പ്, എനിക്ക് ദയവായി നൽകുക എൻ്റെ വിളകളുടെ ഭാഗം, അതിൻ്റെ ഓഹരി എനിക്ക് ദയവായി നൽകുക. ദ ഫാർമർ സ്മൈൽഡ് ആൻഡ് സെഡ്, ഓഫ് കോഴ്സ് ദ ക്രോപ്പ് ഈസ് റെഡി. ദ ഫാർമർ സ്മൈൽഡ് ആൻഡ് സെഡ്, കർഷകൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓഫ് കോഴ്സ്, തീർച്ചയായും, ദ ക്രോപ്പ് ഈസ് റെഡി, വിള തയ്യാറാണ്. യു ക്യാൻ ടേക്ക് യുവർ പാർട്ട് ആസ് പെർ അവർ എഗ്രിമെൻറ്റ്. യു ക്യാൻ ടേക്ക്, നിനക്ക് എടുക്കാം, യുവർ പാർട്ട്, നിൻ്റെ ഓഹരി, ആസ് പെർ അവർ എഗ്രിമെൻറ്റ്, നമ്മളുടെ കരാറ് അനുസരിച്ച് നിനക്ക് ഇതിൻ്റെ ഓഹരി എടുക്കാം. ദ നോം ലുക്ക്ഡ് അറ്റ് ദ പൊട്ടാറ്റോ പ്ലാന്റ്സ് ഇൻ ഷോക്ക്. ദ നോം, ഭൂതം, ലുക്ക്ഡ്, നോക്കി, അറ്റ് ദ പൊട്ടാറ്റോ പ്ലാന്റ്സ്, ആ പൊട്ടാറ്റോ വൃക്ഷങ്ങൾക്ക്, ചെടികൾക്ക് നേർക്ക് അദ്ദേഹം നോക്കി, ഇൻ ഷോക്ക് എന്നാൽ ഞെട്ടിത്തരിച്ചുകൊണ്ട് അദ്ദേഹം, ആ ഭൂതം നോക്കി. ആൻഡ് റിയലൈസ്ഡ് ദർ വാസ് നത്തിങ് ഓൺ ദ അപ്പർ പാർട്ട് ഫോർ ഹിം ടു ടേക്ക്. ആൻഡ് റിയലൈസ്ഡ്, ബോധ്യമായി, അത് നോക്കി ഭൂതത്തിന് ബോധ്യമായി, ദർ വാസ് നത്തിങ്, ഒന്നുമില്ല എന്നുള്ളത്, ഓൺ ദ അപ്പർ പാർട്ട് ഫോർ ഹിം ടു ടേക്ക്, അവന് എടുക്കാൻ വേണ്ടിയിട്ട്, അതിന് മുകളിൽ, ആ പ്ലാന്റിന്, വൃക്ഷത്തിന് മുകളിൽ ഒന്നുമില്ല എന്നുള്ളത് അവന് ബോധ്യമായി. കർഷകൻ വിതയിച്ചിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ്. അത് അടിയിലായിരിക്കും, മുകളിലുള്ള ഭാഗം ലഭിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന് മുകളിലുള്ള ഭാഗം ഇല്ല, അപ്പോൾ ആ ഭൂതത്തിന് ഒന്നും കിട്ടുകയുമില്ല. ദിസ് കാൺട്ട് ബി, ഹി എക്സ്ക്ലെയിംഡ്, ഇങ്ങനെയായിരിക്കരുത്, ഹി എക്സ്ക്ലെയിംഡ്. എക്സ്ക്ലെയിം എന്നാൽ ആർത്ത് വിളിക്കുക എന്നുള്ള അർത്ഥം. ഹി എക്സ്ക്ലെയിംഡ്, അവൻ ആർത്ത് വിളിച്ചു. ദ നോം ഫെൽറ്റ് സോ ഹ്യൂമിലിയേറ്റഡ് ആൻഡ് ഡിഫീറ്റഡ് ബൈ ദ ഫാർമേഴ്സ് പ്ലാൻ. ദ നോം ഫെൽറ്റ്, ആ ഭൂതത്തിന് തോന്നി, സോ ഹ്യൂമിലിയേറ്റഡ് എന്നാൽ അപമാനിക്കപ്പെട്ട എന്നുള്ള അർത്ഥമാണ്. ആ ഭൂതത്തിന് വളരെ അപമാനിക്കപ്പെട്ടതായിട്ട് തോന്നി. ആൻഡ് ഡിഫീറ്റഡ് ബൈ ദ ഫാർമേഴ്സ് പ്ലാൻ,
കർഷകൻ്റെ ആ പദ്ധതി അവനെ പരാജയപ്പെടുത്തിയെന്നും അതുപോലെ അവൻ അപമാനിക്കപ്പെട്ടതായിട്ടും ആ ഭൂതത്തിന് തോന്നി. ഡിഫീറ്റ് എന്നാൽ പരാജയപ്പെടുത്തുക. ദാറ്റ് ഹി തോട്ട് ഇറ്റ് വൈസ് ടു റൺ അവേ ഫ്രം ദർ ലീവിങ് ദ ട്രഷർ അൺഗാർഡഡ്. ദാറ്റ് ഹി തോട്ട് അവൻ കരുതി ഇറ്റ് വൈസ് ടു റൺ അവേ ഓടിപ്പോകുന്നതാണ് നല്ലത്, അതാണ് നല്ല ബുദ്ധിപരമായിട്ടുള്ള മാർഗം. ഫ്രം ദർ അവിടെ നിന്നും പോകുന്നതാണ് നല്ല മാർഗം അവൻ കരുതി ആ രാക്ഷസൻ. ലീവിങ് ദ ട്രഷർ അൺഗാർഡഡ്. അൺഗാർഡഡ് എന്നാൽ അടക്കി വയ്ക്കാതെ, ആ നിധി അടക്കി വയ്ക്കാതെ, അത് സൂക്ഷിക്കാതെ അവിടം വിട്ട് പോകുന്നതാണ് നല്ലത് എന്ന് ആ ഭൂതത്തിന് തോന്നി. ദ ഫാർമർ ഫെൽറ്റ് ഓവർജോയ്ഡ് അറ്റ് ദ സക്സസ് ഓഫ് ഹിസ് ട്രിക്കി പ്ലാൻ. ദ ഫാർമർ ഫെൽറ്റ് ഓവർജോയ്ഡ്. ആ കർഷകന് വളരെ നന്നായി സന്തോഷം തോന്നി. അറ്റ് ദ സക്സസ് ഓഫ് ഹിസ് ട്രിക്കി പ്ലാൻ. അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായിട്ടുള്ള ആ പദ്ധതിയിൽ വിജയിച്ചതിൽ ആ കർഷകന് വളരെ നന്നായി സന്തോഷം തോന്നി. ഹീ ലോസ്റ്റ് നോ ടൈം ഇൻ ഡിഗ്ഗിങ് ഔട്ട് ഓഫ് ദ എൻറ്റയർ ട്രഷർ ആൻഡ് ബ്രോട്ട് ഇറ്റ് ഹോം സേഫ്ലി. ഹീ ലോസ്റ്റ് നോ ടൈം. അദ്ദേഹം സമയം പാഴാക്കിയില്ല. ഇൻ ഡിഗ്ഗിങ് ഔട്ട് ഓഫ് ദ എൻറ്റയർ ട്രഷർ. അദ്ദേഹം സമയം പാഴാക്കാതെ മുഴുവനായിട്ടുള്ള നിധി കുഴിച്ചെടുത്തു. ഡിഗ് ഔട്ട് എന്നാൽ കുഴിച്ചെടുക്കുക, എൻറ്റയർ എന്നാൽ മുഴുവനായിട്ടുള്ള. ആൻഡ് ബ്രോട്ട് ഇറ്റ് എന്നിട്ട് അദ്ദേഹം കൊണ്ടുവന്നു. ഇറ്റ് അത് ഹോം വീട്ടിലേക്ക്. സേഫ്ലി എന്നാൽ സുരക്ഷിതമായിട്ട്. സമയം പാഴാക്കാതെ അദ്ദേഹം ആ നിധി മുഴുവനായിട്ടും കളച്ചെടുത്തു. എന്നിട്ട് അദ്ദേഹം സുരക്ഷിതമായിട്ട് ആ നിധി വീട്ടിലേക്ക് കൊണ്ടുവന്നു. ബ്രോട്ട് എന്നാൽ കൊണ്ടുവന്നു, സേഫ്ലി സുരക്ഷിതമായിട്ട്. മോറൽ ഗുണപാഠം. ഈ കഥയിൽ നിന്നും പഠിക്കാനുള്ള പാഠം: ഓൾവേസ് തിങ്ക് അഹെഡ് ആൻഡ് കൺസിഡർ ഓൾ ആംഗിൾസ് ബിഫോർ മേക്കിംഗ് ഡീൽസ്. ഓൾവേസ് തിങ്ക് എപ്പോഴും ചിന്തിക്കുക, ആലോചിക്കുക, അഹെഡ് മുമ്പോട്ടേക്ക്, ആൻഡ് കൺസിഡർ പരിഗണിക്കുക, ഓൾ ആംഗിൾസ് എല്ലാ ഭാഗങ്ങളും പരിഗണിക്കുക, ബിഫോർ മേക്കിംഗ് ഡീൽസ് കരാർ ചെയ്യുന്നതിന് മുൻപായിട്ട്, ഉടമ്പടി ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് എല്ലാ ഭാഗങ്ങളിലേക്കും ചിന്തിക്കുക, എല്ലാം വളരെ നന്നായിട്ട് ആലോചിക്കുക. ആസ് ക്ലവർനെസ് ക്യാൻ ട്രയംഫ് ഓവർ ഗ്രീഡ്. ട്രയംഫ് എന്നാൽ ഇവിടെ വിജയിക്കുക എന്നുള്ള അർത്ഥമാണ്. ആസ് എന്നാൽ ആയതിനാൽ. ക്ലവർനെസ് എന്നാൽ പ്രാവീണ്യം, മിടുക്ക്, ഇതൊക്കെയാണ് അർത്ഥം. ഗ്രീഡ് എന്നാൽ ആർത്തി. മിടുക്കിന്, നമ്മുടെ കഴിവിന്, പ്രാവീണ്യത്തിന് സാധിക്കും പരാജയപ്പെടുത്താൻ. ഗ്രീഡ് ആർത്തിയെ പരാജയപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് ഡീലുകൾ വഹിക്കുമ്പോൾ, കരാർ ചെയ്യുമ്പോൾ, ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും നോക്കുക, അതിനെ പറ്റിയിട്ട് മുമ്പോട്ടേക്ക് ആലോചിക്കുക. കാരണം നമ്മുടെ കഴിവിന് ആർത്തിയെ പരാജയപ്പെടുത്താൻ സാധിക്കും.